ഹലോ ഫ്രണ്ട്സ്, റാങ്ക് എക്സ്പ്രസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും ഹൈ ഹീൽഡ് ആയ ഒരു ടോപ്പിക്കാണ്. ഫേമസ് ബുക്സ്, ഓതേഴ്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഓഫ് ദി സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്. റെയിൽവേ, SSC അതുപോലെ PSC എക്സാമുകളിൽ ഒന്നോ രണ്ടോ മാർക്കിന് ഇവിടുന്ന് സ്ഥിരമായി ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ വീഡിയോയുടെ ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞാൽ സാധാരണ പരീക്ഷാ ഹാളുകളിൽ കൺഫ്യൂഷൻ വരാറുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും അത് ഒഴിവാക്കാനുള്ള അടിപൊളി മെമ്മറി ട്രിക്സുകളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ദ ഫസ്റ്റ് പേഴ്സൺ രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിന്റെ വർക്ക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൃതികളാണ് പെർസെപ്റ്റ്സ് ഓഫ് ജീസസ്, ഗിഫ്റ്റ് ടു മോണോത്തീസ്. പെർസെപ്റ്റ്സ് ഓഫ് ജീസസ് അഥവാ യേശു ക്രിസ്തുവിന്റെ കൽപ്പനകൾ. അത് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ജീസസിന്റെ മോറൽ ടീച്ചിങ്സിനെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. പിന്നെ ഗിഫ്റ്റ് ടു മോണോത്തീസ്, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം, അല്ലെങ്കിൽ അതിനെ തുഫത്തുൽ മുവാഹിദീൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഗിഫ്റ്റ് ടു മോണോത്തീസ് എന്ന് ചോദിച്ചാലും തുഫത്തുൽ മുവാഹിദീൻ എന്ന് ചോദിച്ചാലും പെർസെപ്റ്റ്സ് ഓഫ് ജീസസ് എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, കൂടാതെ അദ്ദേഹത്തിന്റെ വീക്ക്ലി ന്യൂസ് പേപ്പേഴ്സ് ആണ് സംബാദ് കൗമുദിയും മിറാത്തുൽ അക്ബറും. സംബാദ് കൗമുദി ബംഗാളി ഭാഷയിൽ എഴുതിയ വീക്ക്ലിയാണ്, എന്നാൽ മിറാത്തുൽ അക്ബർ പേർഷ്യൻ വീക്ക്ലിയാണ്. സംബാദ് കൗമുദിയുടെ മെയിൻ ഉദ്ദേശം ആന്റി സതി ക്യാമ്പയിൻ ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, ഫസ്റ്റ് പേർഷ്യൻ ജേർണൽ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസറും മിറാത്തുൽ അക്ബർ ആണ്. ഇവിടെ ഒരു ട്രിക്ക് പറഞ്ഞു തരാം. രാജാക്കന്മാർ എപ്പോഴും ആളുകളുമായി സംവാദം നടത്തും അല്ലേ? അവർക്ക് കുറെ സമ്മാനങ്ങളും കൊടുക്കും. ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി. രാജാക്കന്മാർ, രാജ അല്ലെ, രാജാറാം മോഹൻ റോയ് ആളുകളുമായി സംവാദം നടത്തും. സംവാദ്, സംവാദ് കൗമുദി, സംവാദം എന്നുള്ളത് സംവാദ് എന്ന് റിലേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ സമ്മാനങ്ങൾ കൊടുക്കും അല്ലെ. രാജാക്കന്മാർ ആളുകളുമായി സംവദിക്കുകയും പിന്നെ സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യും അല്ലെ. സമ്മാനങ്ങൾ, ഗിഫ്റ്റ്, ഗിഫ്റ്റ് ടു മോണോത്തിസ്. ഇങ്ങനെ കണക്ട് ചെയ്താൽ ഈ ഭാഗം ഓർത്തു വെക്കാവുന്നതാണ്. അടുത്തത് ദയാനന്ദ് സരസ്വതി അല്ലെ, സ്വാമി ദയാനന്ദ് സരസ്വതി. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശ്. അത് ഹിന്ദി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ലൈറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ വെളിച്ചം അല്ലെ. സത്യാർത്ഥ പ്രകാശ്, ഓൾസോ നോൺ ആസ് ബൈബിൾ ഓഫ് ദി ആര്യ സമാജ്. ആര്യ സമാജിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നതും ഈ പുസ്തകമാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. പിന്നെ ആരാണ് ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശ് എന്ന പുസ്തകത്തിൽ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞു തരാം. ദയാനന്ദ് അല്ലെ, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ദയുണ്ട്. ദയുള്ള ആൾക്കാർ എപ്പോഴും സത്യം മാത്രമേ പറയൂ, വേദങ്ങൾ അനുസരിച്ചേ ജീവിക്കൂ എന്ന് ഓർത്ത് വെച്ചാൽ മതി. സത്യം മാത്രമേ പറയൂ. സത്യാർത്ഥ പ്രകാശ് അല്ലെ, വേദങ്ങൾ അനുസരിച്ചേ ജീവിക്കൂ എന്ന് പറഞ്ഞാൽ ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് വാക്കുകളും നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. എന്താണത്? ദയുള്ള ആൾക്കാർ എപ്പോഴും സത്യം മാത്രമേ പറയൂ, വേദങ്ങൾ അനുസരിച്ചേ അവർ ജീവിക്കൂ. ഓക്കെ, നെക്സ്റ്റ് ജ്യോതിബ ഫുലെ. നമ്മുടെ മുമ്പുള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ജ്യോതിബ ഫുലെ സത്യജ്യോതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സത്യജ്യോതി, സത്യശോധക് സമാജ്, ജ്യോതിബ ഫുലെ. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഗുലാംഗിരി അഥവാ സ്ലേവറി എന്ന് പറയും കേട്ടോ. അത് മറാത്തിയിലാണ് എഴുതിയിട്ടുള്ളത്. സ്ലേവറി എന്ന് പറഞ്ഞാൽ അടിമത്വം അല്ലെ. ഇവിടെയും ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിക്കാം. ജ്യോതി എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ് അല്ലെ. ഒരു സമൂഹത്തിലേക്ക് വിജ്ഞാനത്തിന്റെ വെളിച്ചം വരുമ്പോൾ അവിടുത്തെ അടിമത്തം ഇല്ലാതാകും എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഗുലാംഗിരി എന്ന് പറഞ്ഞാൽ എന്താ? സ്ലേവറി, ഗുലാംഗിരി സ്ലേവറി. ഓക്കെ, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ ജ്യോതിബ ഫുലെ ഗുലാംഗിരി അഥവാ സ്ലേവറി എന്നത് ഓർത്ത് വെക്കാവുന്നതാണ്. സർ സെയ്ദ് അഹമ്മദ് ഖാൻ, അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ റിഫോം ജേർണലാണ് തഹ്സീബ് ഉൽ അഖ്ലാഖ്. ഈ അഖ്ലാഖിനെ അലിഗർ പ്രസ്ഥാനവുമായി കണക്ട് ചെയ്ത് വെച്ചാൽ, അലിഗർ മൂവ്മെന്റുമായിട്ട് കണക്ട് ചെയ്താൽ അലിഗർ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അലിഗർ പ്രസ്ഥാനം അല്ലെ, അലിഗർ മൂവ്മെന്റിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള സർ സെയ്ദ് അഹമ്മദ് ഖാന്റെ ജേർണലാണ് അഖ്ലാഖ്, തഹ്സീബ് ഉൽ അഖ്ലാഖ്. അതിന്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറഞ്ഞത് മോഡേണൈസ് മുസ്ലിം സൊസൈറ്റിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് കോസസ് ഓഫ് ദി ഇന്ത്യൻ റിവോൾട്ട് അഥവാ അസ്ബാബ് ഇ ഭഗവത് ഇ ഹിന്ദ്. ചിലപ്പോൾ എക്സാമിന് ഭഗവത് ഇ ഹിന്ദ് എന്ന് മാത്രവും കാണാറുണ്ട്. അപ്പോൾ അസ്ബാബ് ഇ ഭഗവത് ഇ ഹിന്ദ് എന്ന് പറഞ്ഞാലും കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് എന്ന് പറഞ്ഞാലും ആരുടെ പുസ്തകമാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാന്റെ പുസ്തകമാണ്. നെക്സ്റ്റ് സ്വാമി വിവേകാനന്ദ. അദ്ദേഹത്തിന്റെ കുറച്ച് പുസ്തകങ്ങളാണ് യോഗ സീരീസ് എന്ന് പറയാം അല്ലെ. രാജയോഗ, കർമ്മയോഗ, ജ്ഞാനയോഗ, ഭക്തിയോഗ. ഇങ്ങനെ യോഗയിൽ അവസാനിക്കുന്ന കുറച്ച് പേരുകൾ അല്ലെ. രാജയോഗ, കർമ്മയോഗ, ജ്ഞാനയോഗ, ഭക്തിയോഗ. ഇതെല്ലാം സ്വാമി വിവേകാനന്ദന്റെ പുസ്തകങ്ങളാണ്. ആനി ബസന്റ്. ആനി ബസന്റിന്റെ ന്യൂസ് പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ന്യൂ ഇന്ത്യ, കോമൺവീൽ. ഇതൊക്കെയാണ് കോമൺവീലും ന്യൂ ഇന്ത്യയും. ഇവിടെ പെട്ടെന്ന് മാറിപ്പോകുന്നുണ്ട്. ഗാന്ധിജിയുടെ ഒരു ജേർണൽ ഉണ്ട് യങ് ഇന്ത്യ. യങ് ഇന്ത്യയും ന്യൂ ഇന്ത്യയുമായിട്ട് മാറിപ്പോകരുതേ. ഈ ന്യൂ ഇന്ത്യ എന്ന പത്രം ഹോം റൂളിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പത്രമായിരുന്നു. ഇത് ഓർത്ത് വെക്കാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തരാം. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആനി ബെസന്റ് നീഡ് എ കോമൺ വീൽ ഫോർ ന്യൂ ഇന്ത്യ. ഇതിലെ കോമൺ വീൽ എന്നാൽ
കോമൺവീൽ പത്രവും ന്യൂ ഇന്ത്യ എന്നാൽ ന്യൂ ഇന്ത്യ പത്രവുമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആനി ബസന്റ് നീഡ് എ കോമൺവീൽ ഫോർ ന്യൂ ഇന്ത്യ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് ബാൽ ഗംഗാധർ തിലക്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഗീതാ രഹസ്യ. ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ തടവിലാക്കിയപ്പോൾ മണ്ടാലൈ ജയിലിൽ വെച്ച് എഴുതിയ പ്രശസ്തമായ പുസ്തകമാണിത്. പിന്നെ അദ്ദേഹത്തിന്റെ പത്രങ്ങളാണ് കേസരി ആൻഡ് മറാഠ. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാം കേട്ടോ. മറാഠ എന്ന പത്രം എഴുതിയത് ഇംഗ്ലീഷ് ഭാഷയിലും കേസരി എന്ന പത്രം എഴുതിയത് മറാത്തി ഭാഷയിലുമാണ്. പിന്നെ ഇദ്ദേഹം ലോകമാന്യ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ലോകമാന്യ ബാലഗംഗാധർ തിലക് അല്ലെ. അപ്പോൾ ബാലഗംഗാധർ തിലക് എന്തൊക്കെയാണ് ഓർത്ത് വെക്കേണ്ടത്? ഗീതാ രഹസ്യ. അദ്ദേഹം മണ്ടാലൈ ജയിലിലുള്ളപ്പോൾ എഴുതിയ ഗീതാ രഹസ്യമാണ് അദ്ദേഹത്തിന്റെ പുസ്തകം. ന്യൂസ് പേപ്പേഴ്സ് കേസരി ആൻഡ് മറാഠ. മറാഠ എഴുതിയത് ഇംഗ്ലീഷ് ഭാഷയിലും കേസരി എഴുതിയത് മറാത്തി ഭാഷയിലുമാണ്. അടുത്തത് ദാദാഭായ് നവറോജി. ഇദ്ദേഹത്തെയാണ് നമ്മൾ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ആരെയാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്? ദാദാഭായ് നവറോജിയാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ഈ ഓർത്ത് വെച്ചാൽ മതി. നമ്മള് പ്രായമായ ആൾക്കാരെയല്ലേ ദാദാ എന്ന് വിളിക്കാറില്ല. ദാദാഭായ് നവറോജി അല്ലേ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് റാസ്റ്റ് ഗൊഫ്താർ. അതിന്റെ മീനിങ് ആണ് ദ ട്രൂത്ത് ടെല്ലർ. ഗുജറാത്തിൽ എഴുതിയതാണ് ഈ പുസ്തകം കേട്ടോ. അടുത്തത് മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ഉറുദുവിലുള്ള ജേർണൽസ് ആണ് അൽ ഹിലാൽ, അൽ ബലാഗ്. ആസാദിന്റെ ഹിലാലും ബലാലും എന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. ആസാദിന്റെ ഹിലാലും ബലാലും, ബലാൽ അല്ല കേട്ടോ, ഇവിടെ ബലാഗ് എന്നാണ്. ഹിലാലും ബലാലും ആരാണ്? ആസാദാണ്. ആസാദിന്റെ ജേർണൽസ് ആണ് അൽ ഹിലാൽ, അൽ ബലാഗ്. ഇനി നമുക്കൊന്ന് ക്വിക്കായിട്ട് റിവിഷൻ ചെയ്യാം. സമ്പാദ് കൗമുദി ഇതാണ് ഓർത്ത് വെക്കാൻ പറഞ്ഞത്. രാജാക്കന്മാർ സംവദിക്കുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യും അല്ലെ. ഗിഫ്റ്റ് ടു മോണോത്തീസ്റ്റ്. സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയ്. സത്യാർത്ഥ പ്രകാശ്. ദയവുള്ളവർ സത്യം മാത്രമേ പറയൂ അല്ലെ, അവർ വേദങ്ങൾ അനുസരിച്ചേ ജീവിക്കൂ. സത്യാർത്ഥ പ്രകാശ് ദയാനന്ദ് സരസ്വതി. ഗോ ബാക്ക് ടു വേദാസ്. ഗുലാംഗിരി ജ്യോതിബ ഫുലെ. ഗുലാംഗിരിന്റെ അർത്ഥം സ്ലേവറി അല്ലെ. വിജ്ഞാനത്തിന്റെ വെളിച്ചം വന്നാൽ അടിമത്തം ഇല്ലാതാകും. ജ്യോതി വെളിച്ചം അല്ലെ. ഗുലാംഗിരി ജ്യോതിബ ഫുലെ. കേസരി ബാൽ ഗംഗാധർ തിലക്. മറാത്തി ഭാഷയിലാണ് എഴുതിയത്. മാറിപ്പോവാൻ ചാൻസ് ഉള്ളതാണ്. എന്നാൽ മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലും. മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ്. മറാഠ ബാൽ ഗംഗാധർ തിലക് ഇംഗ്ലീഷ് ഭാഷയിലാണ് എഴുതിയത്. റാസ്റ്റ് ഗൊഫ്താർ ദാദാഭായ് നവറോജി ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. അൽ ഹിലാൽ. അൽ ഹിലാൽ മാത്രമാണോ? അൽ ഹിലാലും അൽ ബലാഗും അല്ലെ. മൗലാന ആസാദ് ഓൾറെഡി പറഞ്ഞതാണ്. ആനി ബസന്റ് ന്യൂ ഇന്ത്യ കോമൺവീൽ, മൗലാന ആസാദ്, അൽ ഹിലാൽ, അൽ ബലാഗ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട PYQ പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അടിപൊളി എക്സാം ഓറിയന്റഡ് ക്ലാസ്സുകൾക്കായി റാങ്ക് എക്സ്പ്രസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്